ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ വാർഷികത്തിന് മുഖ്യാതിഥിയായി സബ് ഇൻസ്പെക്ടർ ശ്രീ രവികുമാറിനെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നാട്ടിൽ ഇത്രയും പൊതുകാര്യ പ്രസക്തിയും ജനസമ്മതിയും നേടിയ ഒരു സബ് ഇൻസ്പെക്ടറെ സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി, എന്റെ വാക്കുകൾ അതിരുകടന്നു പോകുന്നെങ്കിൽ ക്ഷമിക്കുക, സുന്ദരിയും സുശീലയുമായ ശ്രീമതി ശോഭന രവികുമാറാണ് നിങ്ങൾക്ക് സമ്മാനദാനം നിർവഹിക്കാൻ പോകുന്നത്. അവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഉദ്ഘാടനത്തിനായി ഞാൻ ശ്രീ രവികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാമകുളങ്ങളല്ലേ? ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ ജോൺസൺ, മറ്റ് സഭാവാസികളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഇത് ഒരു അല്ല, ഈ നവമുകുളങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊരു സ്കൂളാണ്. നിങ്ങളൊക്കെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. നാളെ വളർന്നു വരേണ്ട നല്ല കുഞ്ഞുങ്ങളാണ്. ഞാൻ നിങ്ങളെ പറ്റി കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയത്, നിങ്ങളെപ്പോലുള്ള ഒരു കൊച്ചു കുട്ടിയെ അടുത്ത പുരയിടത്തിൽ കയറി തേങ്ങയിട്ടു എന്ന കാരണത്താൽ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ആ കുട്ടിയെ ശിക്ഷിക്കാതെ ഞാൻ പറഞ്ഞയച്ചപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന പരിചയസമ്പന്നനായ ഹെഡ് കോൺസ്റ്റബിൾ അത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്റെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്ത് കുറച്ച് നാരങ്ങ മിഠായി വാങ്ങിക്കാൻ വേണ്ടി തറവാട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് ഞാൻ കാശ് മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്റെ അമ്മാവൻ എന്നെ തല്ലാതെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവത്തെപ്പറ്റി എന്നെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അന്ന് ഞാൻ അങ്ങനെ കരഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു ഇൻസ്പെക്ടർ ആകാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാം കുറ്റങ്ങൾ ചെയ്താലും, കുറ്റങ്ങൾ ചെയ്യുന്ന പ്രായമാണ്, അതെനിക്കറിയാം. ആ കുറ്റങ്ങളെ മനസ്സിലാക്കാനും പശ്ചാത്തപിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഏറ്റവും നല്ല പൗരന്മാരായി തന്നെ വളർന്നു വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ ഈ വാർഷികം ഞാൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തു. ജയ് ഹിന്ദ്. ഇടേ, അവനെ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും? അവൻ ചെയ്തതാണെങ്കിൽ ശുദ്ധ പോക്കൃത്തരം, കണ്ടതാണെങ്കിൽ 100,000 പേര്. നമുക്ക് വേണ്ടപ്പെട്ടൊരു പാർട്ടി ആയതുകൊണ്ടാ ഞങ്ങൾ ഇത് പറയുന്നത്. പണ്ടാണെങ്കിൽ ആ ഗോപിപ്പിള്ള മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആ പുതിയ SI വന്നേ പിന്നെ ഗോപിപ്പിള്ള വിചാരിച്ചാൽ പോലും ഒന്നും നടക്കാതെയായി. അതെന്തോന്ന്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തോന്ന് യൂണിയൻ? അധികം സംസാരിക്കില്ലേ. ചില്ലറ വേണ്ട, ഒരു 20 രൂപ നോക്കട്ടെ, ഞാൻ വിചാരിച്ച ഇറക്കാൻ പറ്റുമെന്ന്. ഇത് നടക്കൂടി? ഓ, നടന്നാ പറയാ നടന്നെന്ന്. നമസ്കാരം ഗോപിയണ്ണ. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്തോന്ന് വിശേഷം എന്റെ യൂണിയൻ സാറേ. നമ്മുടെയൊക്കെ ഒരു ഗതികേടിനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തോന്ന് ഗതികേട്? പുതിയ യൂണിഫോം ഒക്കെ വരാൻ പോവല്ലയോ? വാ, പുതിയ യൂണിഫോം തന്നെ നമുക്കെന്തുവാ? നമ്മുടെയൊക്കെ ജോലി പിന്നെയും മറ്റേ തന്നെ അല്ലേ? നമ്മളെവിടെന്നെങ്കിലും ഏതെങ്കിലും കുറ്റം ചെയ്തവനെ പാട് വിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അകത്താക്കും. ഈ നാട്ടിൽ ജോലി ഇല്ലാത്ത കുറെ അലവലാതി കഴിവറടന്മാരുണ്ട് സാറേ. ഏതെങ്കിലും പാർട്ടിയുടെ പേരും കക്ഷത്തിടിക്കൊണ്ട് ഉടനെ ഒന്ന് ഇറക്കിക്കൊണ്ട് അങ്ങ് പോവും. പിന്നെ യൂണിഫോം ഏതായാലും എന്തോന്നാ, നിക്കറ് കളസമാവും, അത്ര തന്നെ. വലിയ ബുദ്ധിമുട്ടല്ലേ ഈ പണി? കൊള്ളാം. ആണോന്നോ? നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ അതിനനുസരിച്ച് കുറ്റവാളികളുടെ എണ്ണം കൂടുന്നില്ലല്ലോ. അല്ല, യൂണിയൻ സാർ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയത്? നമ്മളെ കൊണ്ട് വല്ലതും സാധിക്കാനുണ്ടോ? എന്തോന്നാണ് ഈ പറയുന്നത്? ഞാനിതൊരു സ്റ്റേഷനിൽ കയറി ഗോവിനെ കണ്ട് കുശലം അന്വേഷിക്കാന്ന് വിചാരിച്ചു. അന്വേഷിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ബന്ധം? നമ്മളെയൊന്നും മറന്നുകളയരുത്. എപ്പോഴും ഒരു അന്വേഷണമൊക്കെ വേണം. പിന്നെ ഞാൻ വരട്ടെ.
ഈ കുഞ്ഞു പറയുന്ന പൊട്ടത്തരം ഒന്നും വിശ്വസിച്ചേക്കല്ലേ. അയ്യോ എന്റെ രാം ചേച്ചി അറിയാൻ വയ്യാഞ്ഞിട്ടാ. നാണയമ്മയാണ് എന്നെ യൂണിഫോം ഒക്കെ ഇടിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത്. ആദ്യത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയപ്പോ ഞാൻ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് ചുമ്മാ ഇരി അവിടെ. ഓർമ്മയുണ്ടോന്ന്. പിന്നെ ഇതൊക്കെ മറക്കുന്ന ആരാ? എന്റെ കയ്യിലോട്ടല്ലോ ഇങ്ങ് പെറ്റിട്ടത്. അയ്യോ സത്യം പറഞ്ഞ ഈ കൊച്ചിന് വലിയ പ്രായമായിട്ടില്ല. കടയെ പാവയെ കാണുമ്പോ വേണോന്ന് പറയുന്ന പോലെ ഭർത്താവിനെ വേണോന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തന്നേ ഉള്ളൂ. ഇപ്പോഴും കറി വെക്കാനൊന്നും അറിയത്തില്ലെന്ന്. പിന്നെ ചേച്ചി ഇപ്പൊ ഞാൻ കറിയൊക്കെ വെക്കത്തില്ലേ? പിന്നെ നോക്കട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായി കൊച്ചിന്റെ പോക്ക് അത്ര ശരിയല്ലെന്ന്. കൊച്ചിന്റെ അമ്മയും കറി വെക്കാൻ ഞാനാ പഠിപ്പിച്ചത്. അല്ല ഇതാര്? എപ്പ എത്തി? ഞാൻ 4 മണിക്കുള്ള ബസ്സിൽ കയറി ഇങ്ങ് പോന്നു. നാണിയമ്മയങ്ങ് തടിച്ചു കൊഴുത്തു പോയല്ലോ. ഓ അവിടുത്തെ ചാപ്പാടായിരിക്കും. അത് കുഞ്ഞെന്നെ മനഃപൂർവ്വം ഒന്നിരുത്തിയതാ. അന്ന് കൊച്ചിച്ചിരി ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞേന് തിരിച്ചിങ്ങോട്ട് വെച്ചതാ. വേല അങ്ങ് കയ്യിലിരിക്കട്ടെ. പരിചയപ്പെട്ടോ നമ്മുടെ മിസ്സസ് നാണിയമ്മേ? എന്നാ കുഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനെല്ലാം ഒന്ന് പരിചയപ്പെടട്ടെ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി എപ്പോഴും കാണാമല്ലോ. ഒരു വാതലിന്റെ വ്യത്യാസമല്ല ഉള്ളു. രാമു ഒന്നോർത്താലേ 60 നാണുള്ളപ്പോൾ ഒരു അമ്മയപ്പനെ കിട്ടി ഇയാടെ ഭാഗ്യം. പിന്നെ സംശയമുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ആളെ അയച്ചെന്നില്ലേ? ഞങ്ങൾ 1.5 വർഷക്കാലായിട്ട് ആളെ തേടുവല്ലയോ? പിന്നെ അയ്യോ ഇത് അദ്ദേഹത്തിന്റെ സന്മനസ്സുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാച്ചാണോ നിങ്ങളുടെ വിചാരം? അവിടെ നിന്ന് കെട്ടി ഇറക്കിയതല്ലേ? രാമേ ഇതിനെ കൊണ്ട് ജോലി നടക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആസ്മയുടെ കൂടല്ലയോ? ഇതുവരെ എനിക്ക് എന്റെ ഭാര്യയുടെ ദുർമുഖം കണ്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഈ പണ്ടാരത്തിന്റെ കൂടെ കാണണം. തലയിലെടുത്ത് ഒരുമാതിരിയൊക്കെ സംസ്ഥാന ഭരണമൊന്ന് ഒപ്പിച്ചെടുത്തതാ. അതിനിടയ്ക്ക് കേന്ദ്രത്തിൽ നാളെ അയച്ചിരിക്കുക തകട്ടം മറിക്കാം. അല്ല കുഞ്ഞ് ഗ്യാസ് ഇല്ലയോ? എന്താ പറഞ്ഞേ? ഗ്യാസ്, ഈ കട്ടണ ഗ്യാസ്. അയ്യോ അതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. അടുപ്പിൽ തന്നെ ആഹാരം വെക്കണം, തീ ഊതി തന്നെ കത്തിക്കണമെന്നാ ചേട്ടന്റെ നിയമം. അതൊക്കെ പോലീസ് മുറ കൊണ്ട് പറയുന്നതാ. ഇപ്പൊ ഏത് പെണ്ണുങ്ങൾക്കാ തീ ഊതി കത്തിക്കാൻ അറിയാവുന്നത്? ഈ പോയൊക്കെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അല്ല കുഞ്ഞ് നിങ്ങൾ എങ്ങനെയാ കറി വെക്കണേ? ഞാൻ വെക്കും. മിച്ചി ഇല്ലയോ? എന്താ മിച്ചിയെ? ഈ അരയ്ക്കുന്ന മിച്ചി. ഇവിടെ മിച്ചി ഇല്ല. ഞങ്ങള് ഇങ്ങനെ മിച്ചുന്നത്. അങ്ങനെ മിച്ചിയെങ്കിലേ ഞങ്ങളുടെ കറിക്ക് ഒരു സ്വാദുള്ളൂ. ശ്രമിക്കാം. ഒരു പിടിപിടിച്ചു നോക്കാന്നേ. യെസ് ജോർജ് തോമസ്. എന്നാടി ലാത്തി ചാർജോ? എവിടെ? MG കോളേജിലോ? രവിക്കേ? ഈ കോളേജ് പിള്ളേരെന്ന് വെച്ചാ അവരെ ഓരോരുത്തരായിട്ട് വിളിച്ചു കഴിഞ്ഞാ തങ്കമാ. പക്ഷെ ഇവന്മാർ ഒത്തുചേർന്നാലുണ്ടല്ലോ മഹാക്ഷണ. ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ ഇത്രേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഉരുളം കല്ല് ആ കുത്തനെ പൊക്കത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ നേർക്ക് ഉരുട്ടി വിടുക. ഇദ്ദേഹമാണെങ്കിൽ ഒന്നും അറിയാതെ കണ്ണു മഴിച്ച് ലാത്തിയും പിടിച്ചങ്ങനെ നിൽക്കുക. കല്ല് ഉരുട്ടി വരുമ്പോ വെറുതെ നിന്നിട്ട് എന്താ കാര്യം? സാർ എന്ത് പറ്റി സാർ? ഒന്നുമില്ല കോഴിപ്പിള്ളേ. കോഴിപ്പിള്ള അങ്ങോട്ട് ചെല്ലേ. അതാ കുഴപ്പം. ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടാ. എന്തു പറ്റി? ഒന്നുമില്ല എന്റെ തോമാച്ച. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശോഭനയ്ക്ക് കാര്യമായിട്ട് കൈയൊക്കെ ഒന്ന് ആവി പിടിക്കണമെങ്കിൽ. അതാ എന്റെയും പേടി. ഇനി അവൾ ആവി പിടിച്ച് തൊലയ്ക്കുമെന്ന. അവരൊക്കെ പോയോ? അവരൊക്കെ പോയി. അയ്യോ ഞാൻ ചായ ഉണ്ടാക്കിയല്ലോ. അതിനെന്താടി ഞാൻ കുടിച്ചെടുത്ത പോരെ? ചേട്ടൻ എന്താ പറ്റിയേ? എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. പിള്ളേർ അറിയുമ്പോ ചേട്ടൻ എന്തിനാ നോക്കി നിന്നേ? അത് ഞാൻ നിന്റെ അടുത്ത് മാത്രം പറയാം, ആരോടും പറയരുത്. CI ചാർജ് എന്ന് പറഞ്ഞപ്പോ ഒരു കൂട്ടം പിള്ളേർ എനിക്ക് നേരെ ഇങ്ങനെ ഓടി വരികയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചിമിട്ടൻ എന്നെ നോക്കി പോടാം എന്നോട്. ഞാൻ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റ് ആയി. ചേട്ടൻ അപ്സെറ്റ് ആവേണ്ട കാര്യം എന്താ? അങ്ങനെ ഓടി വന്നത് ഞാനായിരുന്നു. ചേട്ടൻ എന്തായി പറയുന്നേ? കൂട്ടാ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നിന്റെ ഈ ചേട്ടൻ
പോലീസിനെ സ്ഥിരം അറിയുന്ന ഒരു കക്ഷിയായിരുന്നു. അന്നൊരുപാട് പോലീസുകാരെ ഇൻസ്പെക്ടർമാരെയൊക്കെ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മേളിലിരുന്ന് അങ്ങേര് കണക്കൂട്ടുന്നവരും ഞാൻ അറിഞ്ഞു. ഇപ്പൊ അതെല്ലാം കണക്കിലെടുത്തോണ്ട് ഒരു ചെറിയ ശിക്ഷ കൊടുത്തയച്ചായിരിക്കും. ഇതെനിക്ക് അവർ നിൽക്കുമ്പോൾ പറയാൻ കൂടി. എന്നാ എറിയുന്ന പിള്ളേർ അറിയുന്നുണ്ടോ? ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലിരിപ്പുണ്ട്. ഇവരെറിയുന്ന കല്ല് ആ കുട്ടിക്കാ കൊള്ളുന്നെന്ന്. ഓ, ഒന്നുമില്ലേലും നിങ്ങളുടെ പണിയാണ് ഇപ്പൊ നല്ലത്. വല്ലോ 4 കള്ളം പറഞ്ഞ കൊള്ള കാശ് കയ്യിലിരിക്കുമല്ലോ. അതെ അതെ, നിനക്ക് എന്റെ പ്രയാസം അറിയാൻ മേലാഞ്ഞിട്ടാ ഇങ്ങനെ ഓരോ കള്ളം പറഞ്ഞ ഇതൊക്കെ അങ്ങ് നേരത്തെ നരച്ചത്. അല്ല, ജീവിതത്തിൽ ഇതുവരെ എത്ര കള്ളം പറഞ്ഞു കാണും? അത് ഒരുപാട് കള്ളം പറഞ്ഞു. എന്നാലും ആദ്യമായി പറഞ്ഞത്? ആദ്യം പറഞ്ഞ കള്ളം എന്റെ രാത്രി പറഞ്ഞ കള്ളം. അന്ന് കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെന്ന്. ഇല്ല, തുറക്ക് ഇതിലില്ല. തുറക്ക് ഇല്ല അങ്കിൾ. മോളെ. ആന്റിയുടെ അച്ഛൻ. വേണ്ട 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 വേണ്ട, എഴുതേക്കണമെന്നില്ല. എഴുതേക്കാവുന്ന ചുറ്റുപാടല്ലോ. അല്ല, അത്രയ്ക്ക് അവശതയൊന്നും എനിക്കായിട്ടില്ല. ഞാനൊന്നും ഉദ്ദേശമല്ല അങ്ങോട്ട് പറഞ്ഞത്. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ആകെ പണിയൊന്നും പറ്റിയായിരുന്നു. നീ ഒന്ന് നോക്കിയേ, സ്ഥലം എസ്ഐയാ. കൊച്ചിന്റെ അടുത്ത് ഇക്കാക്ക പിക്കാക്ക കളിച്ചോണ്ടിരിക്കുക. ഇനിയെങ്കിലും നീ ഒന്ന് പറ, ഈ പണിയൊക്കെ കളഞ്ഞ് സമാധാനമായിട്ട് വീട്ടിൽ വന്നിക്കാൻ. അവിടെ നോക്കാൻ എസ്റ്റേറ്റ് ഉണ്ട്, ചെയ്യാൻ ഇഷ്ടംപോലെ ജോലിയുണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യമായിട്ട് കാറുണ്ട്. സുഖമായിട്ട് ജീവിക്കല്ലേ വേണ്ടൂ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ചേട്ടൻ അതൊന്നും ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നീ ഇപ്പൊ ഭാര്യയാണ്, നീ വേണം ചേട്ടനോട് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ. ഞാനത് പതുക്കെ പതുക്കെ കൊണ്ടുവരാം. നാട്ടുകാര് അറിഞ്ഞതേ. പിന്നെ എന്നെ ഒന്ന് വിവരം അറിയിക്കാമായിരുന്നു. അല്ല, അങ്ങനെ ഇപ്പൊ അറിയിക്കത്തക്കൊന്നും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടില്ല. അഹിംസയൊക്കെയാണ് നമ്മുടെ തത്വസംഹിത. പക്ഷെ അടിക്കേണ്ടടുത്ത് നമ്മൾ അടിച്ചിരിക്കണം, അടിക്കേണ്ട സമയത്ത് തന്നെ അടിച്ചിരിക്കണം. ഞങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാ. അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും വരുമായിരിക്കും, പക്ഷേ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല. ഞാൻ കരുതുന്നത് എനിക്ക് കിട്ടിയ അടി ഒരു ശിക്ഷയായിട്ടാണ്. ഇന്നടിച്ച് ജയിച്ചു എന്ന് കരുതുന്നവർ നാളെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ചേട്ടനല്ലേ അച്ഛനോട് അങ്ങനെ സംസാരിച്ചത്? നിന്റെ അച്ഛൻ പറഞ്ഞ എന്നെ വെച്ചാ അത് നിനക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ തന്നെ അങ്ങോട്ട് എല്ലാം ന്യായീകരിച്ചാലോ? എടി, അല്ലെങ്കിൽ നിന്റെ അച്ഛന് ചൊറിയെന്ന് വർത്തനം പറഞ്ഞാൽ അറിയാവൂ. ആദ്യം അങ്ങനെ ചൊറി മാറട്ടെ, പിന്നെ ഞാൻ നന്നാവും. കരഞ്ഞല്ലോ. എവിടെ കുട്ടായി സങ്കടക്കൊപ്പി ഇരിക്കുന്നത്? കരയരുത്. ഒരു സന്തോഷം പറയട്ടെ. ഒരാഴ്ചത്തെ മാനസികോല്ലാസത്തിനും ശാരീരിക വിശ്രമത്തിനും വേണ്ടി സബ് ഇൻസ്പെക്ടർ രവികുമാർ ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് നാളെ യാത്ര ആരംഭിക്കുന്നു. കൂട്ടം വരുന്നു.